വായിച്ചെങ്കിൽ വായിക്കാത്ത പണിയുണ്ട്. പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞ് സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. സാധനം കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിപ്പോ എടുത്ത് പുറത്തിട്ടെന്ന് പറഞ്ഞു. കയ്യിലുള്ള സാധനം പുറത്തിട്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അതങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനൊന്നും പറ്റില്ല, ഇവിടെ തന്നെ ഫിറ്റ് ചെയ്ത സാധനമാണ്. അതെ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണണം, ഞങ്ങൾക്കല്ലേ വലിയ മെനക്കെട്. അങ്ങനെ കയ്യിൽ പല പ്രാവശ്യം പറഞ്ഞു എന്തെല്ലാം വഴികളുണ്ട്. സ്വന്തമായി നെറ്റില്ലേ, സംവിധാനമില്ലേ, ദിവസം ഉള്ള ഖുറാഫാത്തൊക്കെ അടിച്ചിറക്കുന്ന സാധനങ്ങളില്ലേ, അതിലൊക്കെ ഇട്ടൂടെ. എന്തെല്ലാം വഴികളുണ്ട്. 5 മണിക്കൂർ 7 മണിക്കൂർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഇടയിൽ ഇത്രയൊന്നും പണിയില്ലല്ലോ, ഈ ഭാഗത്ത് വായിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. ഇതും വായിച്ചില്ലേ. ഇപ്പോ ആ വായിക്കുന്നതിന്റെ ഇടയിൽ ഈ സനത് പറഞ്ഞാൽ എന്താ? അത് വായിച്ചാൽ ഞങ്ങളുടെ ആവശ്യമല്ല, ആ ഷഹർ മുബാറക് ആണെന്ന് പറയുന്ന സാധനം സ്ഥിരപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യം. എന്നിട്ടും പറഞ്ഞില്ല. അവസാനം ടൈറ്റിൽ മാത്രം മൂപ്പരിങ്ങനെ പറഞ്ഞു സനത് വായിക്കുന്നു എന്ന് പറഞ്ഞു കബളിപ്പിച്ചു. എന്നാ വലിയ മൂപ്പര് പറയുന്നു വായിച്ചത് സനദാണ്. الذين نصروا الحبيب محمد صلى الله عليه وسلم عندما وصل الى المدينة المنورة മദീന മുനവ്വറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ അവിടെ സഹായിച്ച ആ കുടുംബത്തിൽ ഖസ്റജി കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവിന്റെ പിതാവ് ഉസ്താദുമാര് ഷെയ്ഖുമാർ അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സനദ് മുത്തസിലായ ഇന്നമദ്ദീൻ ബിൽ അസ്നാദ് ഔ ബിൽ ഇസ്നാദ്, ദീനുൽ ഇസ്ലാം സനദ് കൊണ്ടാണ്. നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സനദ് കൊടുക്കുന്നത്, അവർ പഠിച്ചതിലുള്ള സനദ് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ്. അങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ് സനദ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ സനദ് വേണം. ഞങ്ങൾ ചോദിക്കുമ്പോഴാണോ മാഷ ഇത് മോശമാകുന്നത്? അറിയട്ടെ. അദ്ദേഹം തന്നെ പറയുന്നു ദീൻ സനദ് കൊണ്ടാണ്, ദീനിന്റെ അടിസ്ഥാനമാണ് സനദ്, സനദ് ഉണ്ടായാലേ പറ്റൂ. എന്നിട്ട് എന്താ മൂപ്പര് പറഞ്ഞ്? നിങ്ങളിവിടെ വായിച്ചു കേട്ടു അഹമ്മദിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ്, അങ്ങനെ പിതാവിന്റെ പിതാവ് സനദ് മുത്തസിലായ റാഫിഉല്ലാഹി വരെ വായിച്ചു കേട്ടു എന്നാ പറഞ്ഞ. അതേതാ സാധനം? വായിച്ചു കേട്ട സാധനം ഏതാ? വായിച്ചു കേട്ടിട്ടില്ലേ ആരും? എന്നാ പിന്നെന്തിനാ ഇപ്പം കയ്യിലുണ്ടെന്ന് പറയേണ്ട ആവശ്യം വരുമോ? ഇപ്പൊ കയ്യിലുണ്ടെന്ന് പറയണ്ടല്ലോ, എന്നാ സനദ് വായിച്ചെന്ന് പറയണ്ടേ? ആ വായിച്ചത് സനദല്ലെന്നും തട്ടിപ്പാണ്. അതാ തട്ടിപ്പ്. ഒന്നാണ് ഞങ്ങളെ കുളിപ്പിച്ച് കടത്താൻ വരിക. ഈ കുപ്പി വെള്ളമായിട്ട് ഞങ്ങളെ കുളിപ്പിച്ച് കടത്താൻ നടക്കണ്ട കൂട്ടം നടക്കൂല. കുളിപ്പിക്കാതെ ഞങ്ങൾ കടത്തും, ആ നാറ്റത്തോടു കൂടി കടത്തും. അതാ എന്നിട്ടാ ഇങ്ങോട്ട് ഇങ്ങനെ പഠിപ്പിക്കാനും പേടിപ്പിക്കാനും വരുന്നു. ആദ്യം നേർക്ക് മര്യാദ കാര്യം എന്താണെന്ന് പഠിക്കും, എന്നിട്ട് പറ. അല്ലാണ്ട് തെറ്റിപ്പോവും, പിഴച്ചു. അപ്പോ സനദ് ആണെന്ന് ഇയാളും സനദ് വായിച്ചു കേട്ടു എന്ന് വലിയ മൂപ്പരും, ചെറിയ മൂപ്പരത് സനദല്ല വായിച്ചത്, നസബാണ് കൂട്ടരെ. അപ്പൊ ഞമ്മക്കാതിരിയാൻ എന്തായി? ഞങ്ങളാണ് അത് ഉന്നയിച്ചത്, തിരിയാൻ. അങ്ങനെ ഉണ്ടായപ്പോ ഈ കൺഫ്യൂഷൻ ഉണ്ടായപ്പോ അതിന് ഈ അഹമ്മദ് വായിച്ച സനദാണെന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്ന ഖസ്റജി ഫാമിലിന്റെ അടുത്തുള്ള സനദിനെ കുറിച്ച്, മുടിയെക്കുറിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി വന്നെത്തിയതാണ് അസ്റാറുൽ ആഥാരിൻ നബവിയ്യ എന്ന ഈ കിതാബ്. ഇത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇതിൽ കുറച്ച് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അഷ്ശരീഫ് അഷ്ശൈഖ് അബുൽ ഫളൽ ഇമാദുദ്ദീൻ ജമീൽ അൽ ഹുസൈനി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇത് ജംഉം ഇഅദാദും ചെയ്തത്. ഇത് സമർപ്പിക്കുന്നത് ഈ മുടി കൊടുത്ത അഹമ്മദിന്റെ പിതാവായ മുഹമ്മദ് ഖസ്റജി, അവിടുത്തെ മിനിസ്റ്ററായി മരിച്ചുപോയ മുഹമ്മദ് ഖസ്റജിക്കാണ് ഈ കിതാബ് സമർപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറിനെ കുറിച്ച് പറയുന്ന ഈ കിതാബ് സമർപ്പിക്കുന്നത് ഇലാ റൂഹ് അൽ മഗ്ഫൂരി ലഹു ബിഇذنില്ലാഹി തആല സമാഹത്തുൽ അല്ലാമ അൽ ഇമാം അഷ്ശൈഖ് മുഹമ്മദ് അഷ്ശൈഖ് അഹ്മദ് ആൽ ഹിലാൽ അൽ ഖസ്റജി.
അത് വളരെ വിശദമായി ഇതിന്റെ ഉള്ളിൽ സമർപ്പണം അഹമ്മദ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് എഴുതിയിട്ടുണ്ട്. ആ ഫോട്ടോ വെച്ച് എഴുതിയതിൽ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ മകനിൽ നിന്നുള്ള സമ്മാനമാണിതെന്ന് പറയുന്നുണ്ട്. അഹമ്മദാണ് ഈ സമർപ്പിക്കുന്നത് കിതാബ്. തുബിഅ അലാ നഫഖതി ബിനിഹി അഹമ്മദ്. അഹമ്മദിന്റെ ചെലവിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഞങ്ങൾ ആരും അഹമ്മദ് എഴുതിയ കിതാബ് എന്ന് പറഞ്ഞിട്ടില്ല. ബാവുദ്ദീൻ മുലാർ പറഞ്ഞപ്പോ അഹമ്മദിന്റെ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് അഹമ്മദ് പ്രസിദ്ധീകരിച്ച കിതാബ് എന്ന നിലക്കാണ്. ഇത് എഴുതിയത് അല്ലെങ്കിൽ ജമ്മു എഴുതാതും ചെയ്തത് ഈ പറയുന്ന ഇമാം അബുൽ ഫضൽ ഇമാദുദ്ദീൻ എന്ന് പറയുന്ന ആളാണ്. പക്ഷേ അതിന് ഈ പറയുന്നത് അങ്ങനെ ചെയ്തത് കൊണ്ട് ഇതിൽ കിതാബ്, ഈ പറയുന്ന കിതാബിൽ അതെന്തിനു വേണ്ടിയായി കിതാബ് എന്ന് വെച്ചാൽ എല്ലാം ശേഖരിക്കുക. ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക് കൊണ്ട് ബറക്കത്ത് ലഭിച്ച് പുണ്യം ലഭിച്ചത് കൊണ്ട് രോഗം സുഖമായ ഒരുപാട് അനുഭവങ്ങൾ, 84 അനുഭവങ്ങൾ ഇതിലുണ്ട്. 84 അനുഭവങ്ങൾ ആ ഇതിൽ ലോകത്ത് കിട്ടാവുന്ന രീതിയിൽ അന്ന് കിട്ടാവുന്ന നിലക്കുള്ള അയാൾക്ക് ലഭിച്ച മുടികളുടെ ഷഹർ മുബാറക്കുകളുടെ വിവിധ രാജ്യങ്ങളിലുള്ള കൈറോവിലും ലബനാനിലും തുർക്കിയിലും ഒക്കെ ഉള്ള ഷഹർ മുബാറക്കുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു എഴുതാതും അയാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ഈ കിതാബിൽ എന്തുകൊണ്ട് അഹമ്മദ് പ്രസിദ്ധീകരിച്ച സാഹത്തുൽ ഹസ്രജിയ എന്ന പ്രസിദ്ധീകരണാലയം, സ്വന്തം പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ച ഈ കിതാബിൽ എന്തുകൊണ്ട് അഹമ്മദിന്റെ കയ്യിലുള്ള മുടിയിനെ കൊടുത്തില്ല എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. അതിനെന്താ മറുപടി പറഞ്ഞത്? അയാളെ മഹത്വമാണ് എന്നാണ്. നോക്കാം, അദ്ദേഹത്തിന്റെ കമ്മിറ്റിയാണ്, അത് ഇതിലുണ്ട്. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ കിതാബ് അച്ചടിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്താൽ പറയാം, ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ എനിക്ക് ആ ഇഹ്യയിൽ എന്തും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പ്രസിദ്ധീകരിക്കുന്നതോ കുറ്റ്യാടി പബ്ലിക്കേഷൻസ് എന്നാ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഗസാലി ഇമാമിന് വേണ്ട, ഷാഫി സഖാഫിന്റെ CD ഇറക്കാണ് കുറ്റ്യാടി പബ്ലിക്കേഷൻസ്. ഞാൻ അതിന്റെ ചെയർമാനാന്ന് കൂട്ടിക്കോളി, ഉദാഹരണം. എന്നാ എനിക്ക് അയാളുടെ പ്രസംഗത്തിൽ വേറെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഒരു പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഷെയ്ഖ് അഹമ്മദ് സത്യസന്ധനാണെന്ന്, മഹാനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മുടിയെക്കുറിച്ച് ഇതിലൊരൊറ്റ അക്ഷരം കൂട്ടിച്ചേർത്തില്ല എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മുടി ഇതിൽ കൂട്ടിച്ചേർത്തില്ല, ഉണ്ടായില്ല എന്നുള്ളത് സംഭവിച്ചല്ലോ. അതിന് ഒന്നാമത് നന്ദി. രണ്ടാമത്, നേരത്തെ അക്കം പഠിച്ചതുപോലെ ഒന്നുകൂടി അറബി പഠിക്കണം. എന്താന്ന് വെച്ചാല് ഇമാം ഗസാലിന്റെ കിതാബാണെങ്കിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ ലിൽ ഇമാം മുഹമ്മദ് ഗസാലി ലീനാ പറയാ, അറബി അറിയുമെങ്കിൽ ദർസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ലിൽ ഇമാം എന്നാ പറയാ ഒരു കിതാബിന്റെ മുസന്നിഫിന്. ഇത് എന്താ സഹോദര ഉള്ളത്? ജംഅ് വ ഇഅദാദ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കലക്ട് ചെയ്യുക. എന്താ കലക്ട് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ ലോകത്തുള്ളത് തനിക്കറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് കലക്ട് ചെയ്ത് അതിന്റെ ചിത്രം കൊടുത്തു. പിന്നെന്താ കലക്ട് ചെയ്തത്? ഒരുപാട് അതിനെക്കുറിച്ച് ഷായർ മുബാറക്കിനെ കുറിച്ചുള്ള വ്യത്യസ്ത ഷായറന്മാരുടെ കവികളുടെ കവിതകൾ, അതിന്റെ മഹബത്തിനെ വെളിവാക്കുന്ന കവിതകൾ, വിവിധ ആളുകളുടെ കവിതകൾ ഇതിൽ കൊടുത്തു. 84 അഹമ്മദ് തന്നെ സുന്നി വോയിസിന്റെ ഇന്റർവ്യൂവിൽ അയാളുമായുള്ള അഭിമുഖത്തിൽ പറയുന്നത് പോലെ എന്റെ കിതാബിൽ 89 അനുഭവം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ അനുഭവം അയാൾ ഈ പറയും പോലെ അനുഭവങ്ങൾ ഇതിൽ ശേഖരിച്ചു. പല ആളുകളിൽ നിന്നും, വ്യത്യസ്തരായ ആളുകളിൽ നിന്ന് അനുഭവങ്ങൾ ശേഖരിച്ചു കൊടുത്തു. ഇതാണ് ജമ്മ്. ജമ്മ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇഅദാദ് എന്ന് പറഞ്ഞാൽ ഈ കിതാബിന്റെ ഈ ഒരുമിച്ച് കൂട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുഖവുര കൊടുത്ത് ഇതിനെ അങ്ങ് ഇറക്കുക, ഒരുക്കുക. ഇഅദാദ് അതാണ്. ആ ഈ രണ്ട് കാര്യമാണ് മൂപ്പർ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് മുസന്നിഫ് അല്ല. ഇതിന്റെ ഇമാം ഗസാലിനെ പോലെ അല്ല ഇത് കലക്ഷനാണ്. ഈ ഉദാഹരണം ഒന്ന് മാറ്റി പറഞ്ഞാൽ തരക്കേടില്ല, വിവരം ഉണ്ടെങ്കിൽ. എന്താച്ചാല് കുറ്റ്യാടി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുകയാണ്. കുറ്റ്യാടി പബ്ലിക്കേഷൻസിന്റെ ചെലവിൽ എന്താ വിഷയം? കേരളത്തിലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ എന്നാണ്. അപ്പൊ എന്താ ചെയ്യുക? ഒരാള് ഏതെങ്കിലും പറയും, നിങ്ങൾ പറയുന്ന ഒരു സഖാഫി എല്ലാ സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കും, അതിന്റെ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. എന്നിട്ട് നിങ്ങളെ ചെലവിൽ കുറ്റ്യാടി പബ്ലിക്കേഷൻസിന്റെ ചെലവിൽ പ്രസിദ്ധീകരിക്കുമ്പോ കുറ്റ്യാടി സ്ഥാപനത്തിന്റെ കൊടുക്കാത്തത് എന്താന്നാ ചോദ്യം.
മനസ്സിലായില്ല? മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. എന്റെ ഹബീബന്മാരെ അവർക്ക് മനസ്സിലാകണ്ടല്ലോ. മനസ്സിലായാ മനസ്സിലാവൂ. അതാ ഈ പറയുന്ന ജന്മം ഏതാതും ചെയ്ത ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമ്പോ എന്റെ അടുത്തും മുടിയുണ്ട് കൊടുക്കാൻ എന്തേ പറയാൻ ഞാൻ ചോദിച്ചേ. 2009 ഇതിന്റെ 3ാം പബ്ലിക് നടക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന 4 കൊല്ലമായിട്ടുള്ള അവിടെ മുടി പ്രദർശനം തുടങ്ങിയിട്ട് പിതാവിന്റെ കാലത്തില്ല, ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. 2009 ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള 3ാം എഡിഷൻ. ഇതിന്റെ 1ാം എഡിഷൻ പ്രസിദ്ധീകരിക്കുന്ന കാലത്തെങ്കിലും പിന്നെ അത് ആവർത്തിച്ചതാണെന്ന് പറഞ്ഞാൽ പോലും അന്ന് ആ പ്രസിദ്ധീകരിക്കുന്ന കാലം വരെ ഇയാളടുത്ത് ഇങ്ങനെ ഒരു സാധനമില്ല. പിന്നെ ആര് കൊണ്ടുവന്ന് പറ്റിച്ചതാണ് അഹമ്മദ് പറയണം. അതാ അതാ എന്നിട്ട് ഞങ്ങളെ കടിച്ചു തരാൻ വരണോ? ഇത് ഗസാലി ഇമാമിന്റെ പോലെ കലക്ട് ചെയ്തതാണ്. വിശ്വസിക്കാൻ വിശ്വസിക്കുന്ന ആളുണ്ട്, അവരടുത്ത് പോയി പറഞ്ഞു. ഇനി ഞാൻ രണ്ടാമത് ഉന്നയിച്ചത് ഇതിന്റെ 11ാം പേജ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ഗൗരവമായി ചിന്തിക്കണം. തെറ്റായി പറയുന്ന മറുപടിയെ കുറിച്ച് ഞാൻ പറയുന്നു. ഇത് സഹാബത്ത് ഇതുകൊണ്ട് ബറക്കത്തെടുത്തു, മുസ്ലിമീങ്ങൾ ഇന്നും ബറക്കത്തെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ 11ാം പേജിൽ ഈ താരീഖ് ചെയ്ത ഈ ജമ്മം ഏതാതും ചെയ്ത ഈ മനുഷ്യൻ പറയുന്നു, വൽ മുസ്ലിമൂന ഫീ മിസ്ര വസൂരിയ, മുസ്ലിമീങ്ങൾ. എന്നിട്ട് നാടുകൾ എണ്ണുക, ഷേർ മുബാറക്കുള്ള നാടുകൾ എണ്ണി പറയുകയാണ്. അയാൾക്ക് അറിയുന്ന നാടുകൾ: മിസ്ർ, സൂരിയ, മിസ്ർ എന്ന് പറഞ്ഞ ഈജിപ്ത് അറിയാമല്ലോ, സൂരിയ, ലബനാൻ, ഉർദുൻ, ജോർഡാൻ, അൽ ഇറാഖ്, ഫലസ്തീൻ, യമൻ, മഗ്റബ് എന്ന് പറഞ്ഞ മൊറോക്കോ, ലിബിയ, ജസായിർ എന്ന് പറഞ്ഞ അൾജീരിയ, സൂദാൻ, തുർക്കിയ, ഹിന്ദ് ഇന്ത്യ, വൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ, വ ബംഗ്ലാദേശ് ബംഗ്ലാദേശും, വ മക്കൽ മുക്കറമ മക്കൽ മുക്കറമയും, വൽ മദീനത്തുൽ മുനവ്വറ മദീനത്തുൽ മുനവ്വറയും, വ ഗൈരിഹാ മിൻ ബിലാദില്ല മറ്റ് രാജ്യങ്ങളും. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഏടെയെങ്കിലും എന്റെ അറിവിൽപ്പെടാത്തൊരു മുടി ഉണ്ടെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പറഞ്ഞു. അതിനുശേഷം മറ്റ് രാജ്യങ്ങളും സാധാരണ പറയുന്ന ഒരു ഇബാറത്ത് പോലെ പറഞ്ഞു. ഇത്രയും നാടുകൾ എണീച്ചു നിൽക്കാൻ കഴിയാത്ത ബംഗ്ലാദേശിനെയും കൂടി പറഞ്ഞു. ആ ബംഗ്ലാദേശിനെയും കൂടി പറഞ്ഞു. ഇയാൾക്ക് അറിയപ്പെടുന്ന മുടി അറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കിതാബ് പ്രസിദ്ധീകരിച്ച ഇമാറാത്ത് പറഞ്ഞിട്ടില്ല. ഇമാറാത്ത് പറഞ്ഞിട്ടില്ല. അയാൾ മറുപടി പറയുന്ന കേട്ടാ വിചാരിക്കുമ്പോ എന്ന് പറഞ്ഞില്ലേ, മറ്റു രാജ്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പറഞ്ഞാൽ ഇമാറാത്തിന്റെ പുതിയ പേരാന്നാ വിചാരിക്കാൻ കേട്ടാൽ. ഇമാറാത്തിന് വൈരിയാമിൻ ബിലാദില്ലാന്നൊരു പേരിട്ടിട്ടുണ്ടോ? ഈ പറയുന്ന രാജ്യങ്ങൾ മിസ്റും ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയിലും ഒക്കെ ഷേർ മുബാറക്ക് ഉണ്ട് എന്ന് ഇയാൾ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ പുസ്തകം ഈ കിതാബ് പ്രസിദ്ധീകരിച്ച അഹമ്മദ് ഹസ്റജിയുടെ കയ്യിൽ ഉണ്ടായിട്ട് ഇമാറാത്ത് എന്ന പേര് പോലും പറഞ്ഞില്ല? കാര്യം വളരെ വ്യക്തമാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വരെ അറിയപ്പെട്ട നിലക്ക് ഇമാറാത്ത് എന്ന രാജ്യത്ത് തന്നെ ആ രാജ്യത്ത് തന്നെ മുടിയില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇജ്ജാതി സാധനമായിട്ട് ഞങ്ങളെ മുന്നിലേക്ക് വരരുത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലഡാക്ക്, സിംല, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എല്ലാം പോയിക്കോ, നടന്നോട്ടെ. ഇവിടെ പറ്റൂല. ഇവിടെ കാവലുണ്ട് ആളുകൾ, ഇത് കേൾക്കുന്നു. ഇവിടെ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇനി ആണെങ്കിൽ കൊണ്ടുവന്ന് തെളിയിക്കാത്ത കാലത്തോളം സ്വീകാര്യമല്ല. അതിവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണെന്ന് ഒന്ന് വളരെ വ്യക്തമായി നിങ്ങളെ ഓർമ്മിപ്പിച്ചോളട്ടെ. പിന്നെ ഞാൻ ദീർഘമായി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി വ്യക്തമായി കാര്യങ്ങൾ പറയും. ഈ പറയുന്നയാളുടെ ഹുബ്ബുർ റസൂൽ ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ മിഞ്ഞാൽ നടന്ന സമ്മേളനത്തിൽ സനത് ബറക്കാത്തിന്റെ ഭാഗത്ത് ആദ്യം കിട്ടിയ മുടിയുടെ സനത് വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോ അല്ല ഇയാൾ ഈ മറുപടി പറയുന്നയാൾ പ്രസംഗത്തെ ശരിയാക്കി തരാ, സനത് ശരിയാക്കി തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിയാക്കിയ സനതായി വായിക്കുന്നു. ഇപ്പോ ശരിയാക്കിയ കൊല്ലെടുത്ത് ഒരു സനത് സനത് ശരിയാക്കാൻ മറ്റേ അഹമ്മദിന്റെ സനത് ശരിയാക്കാൻ എത്ര കൊല്ലം എടുക്കുവോ? ഇനി നിങ്ങളോട് സനത് ചോദ്യം നിർത്തി. ഇനി വേണ്ട, നിങ്ങൾ സനത് വേണ്ട. നിങ്ങൾ പറയാൻ പോലെ എന്താന്ന് ഞങ്ങൾക്കറിയാം. കുന്ദറൂസുല്ലാദം, ഇബ്രാഹിം കുട്ടി, മമ്മുഞ്ഞി, സൂഫി,